ഈ പോഡ്കാസ്റ്റിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകത്തിൻ്റെ ഉപാധ്യക്ഷനും കേന്ദ്ര പ്രതിനിധി സഭാംഗവും സംസ്ഥാന കൂടിയാലോചനാ സമിതി അംഗവുമായ വി ടി അബ്ദുള്ള കോയ തങ്ങളാണ്. വി ടി അബ്ദുള്ള കോയ തങ്ങളെ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ടതില്ല. അറിയപ്പെടുന്ന പണ്ഡിതനും ഇസ്ലാമിക പ്രഭാഷകനും എഴുത്തുകാരനുമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയുമൊക്കെ നേതൃരംഗങ്ങളിൽ വളരെ സജീവമായ രംഗത്തുണ്ടായിരുന്നു. ഇടക്കാലത്ത് പ്രവാസ ജീവിതം നയിച്ചപ്പോഴും ഖത്തറിൽ മത, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നേതൃപരമായ പങ്കുവഹിച്ച വ്യക്തിത്വമാണ്. 75 വർഷമായി കേരളത്തിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. എന്ന് പറഞ്ഞാൽ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ മലയാളികളുമായി ജമാഅത്തെ ഇസ്ലാമി സംവദിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ തുടക്ക തലമുറ, ആദ്യ തലമുറ, സ്ഥാപക തലമുറ, അത് കഴിഞ്ഞു. രണ്ടാമത്തെ തലമുറയും സാമൂഹ്യശാസ്ത്രമായി കഴിഞ്ഞുപോയി. മൂന്നാമത്തെ തലമുറയും അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. കഴിഞ്ഞ 75 വർഷത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും വളരെ ട്രെൻഡിങ് ആയ അല്ലെങ്കിൽ ഒരു ചർച്ചയുടെ കേന്ദ്രസ്ഥാനത്ത് വന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതേപോലെ തന്നെ അതിൻ്റെ വിമർശകരിൽ നിന്നും ധാരാളം ആരോപണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരായ ആളുകൾ തന്നെയും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് മിക്കവാറും ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കുക അതിൻ്റെ വിമർശകരിൽ നിന്നോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന്. ഇപ്പോഴാണെങ്കിൽ എല്ലാറ്റിനും പിറകിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രചരണം വ്യാപകമായി നടക്കുന്നതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് കേൾക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി മലയാളികൾക്കിടയിലുണ്ട്. അപ്പോൾ ചുരുക്കി യഥാർത്ഥത്തിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമി, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ വൈബ് എന്താണ് എന്ന് എങ്ങനെയാണ് നമുക്കൊരു സിമ്പിളായി വിശദീകരിക്കാൻ സാധിക്കുക? ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. താങ്കൾ ഇവിടെ ചോദിച്ചത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ സമഗ്രമായി പരിചയപ്പെടുത്തേണ്ടി വരുന്ന സ്വഭാവത്തിലുള്ളൊരു ചോദ്യമാണ്. പക്ഷേ അതേ സംബന്ധിച്ച് പ്രാഥമികമായ ചില വശങ്ങൾ ഞാൻ പറയാം. അതിനുശേഷം അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അപ്പോൾ അതേപ്പറ്റി ആലോചിക്കുകയും ചെയ്യാം. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്നത് ഒരു ആദർശ പ്രസ്ഥാനമാണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘം, ജമാഅത്തെ ഇസ്ലാമി എന്ന് ഉറുദുവിൽ പറയുമ്പോൾ ഇസ്ലാമിക സംഘം എന്ന് നമുക്ക് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം. അപ്പോൾ ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായി കഴിഞ്ഞ 75 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ ആദർശം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇസ്ലാമിക ആദർശമാണ്. ഇസ്ലാമിക ആദർശത്തിൻ്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിക ആദർശമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണ്? ഇത് യഥാർത്ഥത്തിൽ വളരെ വിസ്തരിച്ച് പറയേണ്ടുന്ന കുറേ അധികം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവാതെ പറയുകയാണെങ്കിൽ, ഒരു സംഘം ഇസ്ലാമികമാകാൻ എന്തൊക്കെ അടിസ്ഥാനങ്ങൾ പരിഗണിക്കണമോ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും കാഴ്ചപ്പാടിൽ, ആ അടിസ്ഥാനങ്ങൾ ഈ സംഘടനയുടെ അടിസ്ഥാനങ്ങളായി സ്വീകരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരാദർശ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമിനൊരു അഖീദ അഥവാ ആദർശമുണ്ട്. ഇസ്ലാം മുസ്ലിങ്ങൾക്ക് നിശ്ചയിച്ചു കൊടുത്ത ഒരു ലക്ഷ്യമുണ്ട്. ഈ ആദർശത്തെയും ലക്ഷ്യത്തെയും എങ്ങനെയാണോ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രതിനിധീകരിക്കുന്നത്, എങ്ങനെയാണോ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമാക്കിയതും പ്രതിനിധീകരിച്ചതും, അതേ പ്രകാരം അതിൽ ഏറ്റക്കുറവുകൾ വരുത്താതെ അതിനോട് നീതി പുലർത്തി കഴിവിൻ്റെ പരമാവധി അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതയുടെ മുഖ്യ കാരണം. ജമാഅത്തെ ഇസ്ലാമി സാധാരണഗതിയിൽ അതിനെ സംബന്ധിച്ച് തന്നെ ആദർശ പ്രസ്ഥാനം എന്നിങ്ങനെ വിശദീകരിക്കാറുണ്ട്. സാധാരണ ഇതിൽ മറ്റ് സംഘടനകൾ അവരെ സ്വയം പരിചയപ്പെടുത്തുന്ന ഇതുപോലുള്ള ടേമുകൾ ഉപയോഗിക്കാറില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആദർശം എന്ന് പറഞ്ഞാൽ? ആദർശം എന്ന് മലയാളത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നത് അഖീദ എന്ന് അറബിയിൽ പ്രയോഗിക്കുന്നതിൻ്റെ പരിഭാഷയായിട്ടാണ്. ആ അർത്ഥത്തിൽ എല്ലാ സംഘടനകൾക്കും അഖീദ ഉണ്ട്. മദ്രസകളിലൊക്കെ അഖായിദ്, വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളും കാണാൻ പറ്റും. പിന്നെ ആദർശ പ്രചാരണം ഗൗരവപ്പെട്ട ഒരു വിഷയമായി കാണാത്ത സംഘടനകൾക്ക്
അഖീദ എന്ന് പറയുന്നത് ഒരു പക്ഷേ അവരുടെ പാഠപുസ്തകത്തിലോ അല്ലെങ്കിൽ കിതാബുകളിലോ പരിമിതപ്പെട്ട് കിടക്കും. ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രകൃതം ആശയാദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളത് ആയ അങ്ങനത്തെ പ്രസ്ഥാനത്തിൻ്റെ പ്രകൃതമാണ്. അപ്പോൾ അഖീദ എന്ന അറബി വാക്കിന് അഖദ് എന്നൊക്കെ പ്രയോഗിച്ചാൽ രണ്ട് അറ്റങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടുക, ബന്ധിപ്പിക്കുക, ഉറപ്പിച്ചു നിർത്തുക എന്നൊക്കെയാണ് ഭാഷയിൽ അർത്ഥം. ഉഖ്ദത്തുൻ നിക്കാഹ് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അത് അതിൽ നിന്നുണ്ടായ പ്രയോഗമാണ്. അപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, ഇഹലോകത്തെയും പരലോകത്തെയും അള്ളാഹുവിനെ മുൻനിർത്തി പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ജീവിത വീക്ഷണം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശദീകരിക്കാം. ഏത് ഉടമ്പടിക്കും അഖദ് എന്ന് പ്രയോഗിക്കാറുണ്ട്. അതിൽ നിന്നാണ് അഖീദ എന്ന പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. ആദർശപ്രചാരണം നടത്തുന്ന ഒരു പ്രസ്ഥാനം ആദർശപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ ആദർശം എന്ന പ്രയോഗം, മലയാള പ്രയോഗം, വിശേഷിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളോടും സംവദിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് സാർവത്രികമാകും. അതാണ് ഈ ചോദ്യം ഉത്ഭവിക്കാനുള്ള പശ്ചാത്തലം എന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നിലനിൽക്കുന്ന അതിൻ്റെ ഐഡിയോളജി, അത് പ്രചരിപ്പിക്കുന്ന ഐഡിയോളജി, ഇതിനെ നമുക്ക് ആദർശം എന്ന് പറയാം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്നത് പരിചയപ്പെടുത്തുന്നത് എന്തിനെയാണ്? ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ഇസ്ലാമിക സംഘം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഉറുദുവിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. അഖിലേന്ത്യാ തലത്തിൽ രൂപപ്പെട്ടു വന്ന മുസ്ലിം സംഘടനകളുടെ ഒക്കെ പേരുകൾ ഉറുദുവിലാണ്. ജമിയത്തുൽ ഉലമായെ ഹിന്ദ്, അഹ്ലെ ഹദീസ്. അതിൻ്റെ കാരണം ഉറുദു ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു പൊതുഭാഷയാണ് എന്നതാണ്. അപ്പോൾ ഇസ്ലാമിക സംഘം എന്ന നിലക്ക് ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന അഖീദ എന്താണ്, അടിസ്ഥാന ആദർശം എന്താണ്, എന്ത് വിശ്വസിക്കാനും എന്ത് ജീവിതത്തിൽ പുലർത്താനും എന്ത് പ്രബോധനം ചെയ്യാനുമാണ് ഖുർആൻ ആവശ്യപ്പെട്ടത്, ഇത് പരിശോധിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിർണയിച്ച കാര്യങ്ങളെയാണ് നമ്മൾ ആദർശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഇത്രയും മനോഹരവും വ്യവസ്ഥാപിതവും കുറ്റമറ്റതുമായ ഒരു അത്ഭുതസുന്ദരമായ ഒരു പ്രപഞ്ചം, ആകാശവും ഭൂമിയും അതിനിടയിലുള്ള കോടാനുകോടി ചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മഹാ അത്ഭുതം, ഒരു വിസ്മയം മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ടോ ഇല്ലേ? ഇല്ല എന്ന് വാദിക്കുന്നവരോട് നമുക്ക് വേറെ പല കാര്യങ്ങളും ചോദിക്കാനും പറയാനും ഉണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട്. അവൻ സൃഷ്ടികർമ്മം നടത്തി ഒരു വിനോദത്തിന് വേണ്ടി സൃഷ്ടികർമ്മം നടത്തിയതാണോ അതല്ല സ്വോദ്ദേശപൂർവം സൃഷ്ടിച്ചതാണോ? സ്വോദ്ദേശപൂർവം സൃഷ്ടിച്ചതാണ് എങ്കിൽ ആ സൃഷ്ടാവിന് തൻ്റെ സൃഷ്ടികളെല്ലാം എന്താവണം, ഇതെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് എന്ത് ഒരു തിരക്കഥയിലാണ് പടച്ച തമ്പുരാൻ ഇതിനെ ക്രമീകരിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കണം. വിശുദ്ധ ഖുർആനിൽ ആ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ മറുപടിയുണ്ട്. മനുഷ്യനെ ഈ സംവിധാനങ്ങൾ എല്ലാം നൽകി, മനുഷ്യന് സവിശേഷ ബുദ്ധി നൽകി, ഇങ്ങനെ ഒരു ജീവിതം, ഒരു സംവിധാനം സജ്ജീകരിച്ചിട്ടുള്ളത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ജീവിതം ഒരു പരീക്ഷണാലയമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് തന്നെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അവൻ തന്നെയാണ് ഇതിൻ്റെ വിധികർത്താവ്. ഈ ഉടമസ്ഥനും യജമാനനും വിധികർത്താവുമായ അള്ളാഹുവിൻ്റെ പരമാധികാരം, ഈ പരമാധികാരം എന്നതിന് സാധാരണ നമ്മൾ ഹാക്കിമിയത്ത് എന്ന് പ്രയോഗിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ മലക്കൂത്ത് സമാവാത്തി വൽ അർള് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉടമസ്ഥതയും മേധാവിത്വവുമുണ്ട്. മലക്കൂത്ത് എന്ന അറബി പ്രയോഗത്തിൽ ഉടമസ്ഥതയും ആധിപത്യവും ഉണ്ട്. ആ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെങ്കിൽ ആ സൃഷ്ടാവിൻ്റെതാണ് ഈ സൃഷ്ടികളെങ്കിൽ ഈ സൃഷ്ടികളുടെ മുഴുവൻ മേൽ ഉടമസ്ഥൻ സൃഷ്ടാവാരോ അവനാണ്.
സ്വാഭാവികമായും ഈ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യജമാനനും അധിപനും ആ സൃഷ്ടാവാണ്. അപ്പോൾ സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ അവരുടെ സൃഷ്ടാവിനെ തിരിച്ചറിയുകയും ആ യജമാനൻ്റെ, ആ ഉടമസ്ഥൻ്റെ ആജ്ഞകൾ എന്തൊക്കെ കാര്യങ്ങളിൽ എപ്രകാരമൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ഉടനീളം അംഗീകരിച്ച് നിലകൊള്ളുകയും ചെയ്യണം. ഇതാണ് ഇസ്ലാമിക ആദർശത്തിൻ്റെ ആകത്തുക. ഇതിലൊരു കാര്യം കൂടി പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ ദൈവത്തെ, നമ്മൾ പ്രപഞ്ചനാഥൻ, അള്ളാഹു എന്നൊക്കെ പറയുന്നതിന് മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന ദൈവത്തെ സാധാരണ ഈ അവൻ്റെ പരമാധികാരം പ്രാപഞ്ചിക കാര്യങ്ങളിൽ ഇതിൻ്റെയൊക്കെ അവസാന വാക്കും അധിപതിയും സൃഷ്ടാവായ ദൈവമാണ് എന്ന് ആളുകൾ സമ്മതിക്കുന്നുണ്ട്. പൊതുവെ എല്ലാ വിഭാഗം ആളുകളും സമ്മതിക്കുന്നുണ്ട്. ഇത് സമ്മതിക്കാത്തവർ വളരെ വളരെ ന്യൂനപക്ഷമാണ്. വേറെ ചില ആളുകൾ പ്രാപഞ്ചിക കാര്യങ്ങളുടെ പരമാധികാരി പടച്ചവനാണെന്ന് അംഗീകരിക്കുകയും നമ്മളുടെ ജീവിത വിഷയങ്ങളിൽ ആത്മീയ മതകാര്യങ്ങളുടെ പരമാധികാരവും കൂടി പടച്ചവന് വകവെച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആരാധനകളും അനുഷ്ഠാനങ്ങളും പൂജകളും വഴിപാടുകളും അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ ഹിതമനുസരിച്ചാവണം എന്നതിൽ അവർ നിഷ്ഠ പുലർത്തും. ഈ രണ്ട് കാഴ്ചപ്പാടും പോരാ ഖുർആനിക താല്പര്യങ്ങൾ പുലരാൻ എന്നാണ് ജമാഅത്തെ ഇസ്ലാമി അഖീദയുടെ വിഷയത്തിൽ പറയുന്നത്. അതായത് പ്രപഞ്ചനാഥനായി, പ്രപഞ്ചത്തിൻ്റെ മേൽ പരമാധികാരമുള്ളവനായി അള്ളാഹുവിനെ അംഗീകരിക്കണം. ആരാധനാകാര്യങ്ങളുടെ മേൽ പരമാധികാരമുള്ളവനായും അള്ളാഹുവിനെ അംഗീകരിക്കണം. ആരാധന മനുഷ്യജീവിതത്തിൻ്റെ ഒരു ചെറിയ വശം മാത്രമാണ്. ദീൻ എന്ന് പറയുന്നത് വളരെ വിശാലമായ അർത്ഥമുള്ള വേറൊരു പ്രയോഗമാണ്. അത് പരിഗണിക്കുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെയും ശരിയും തെറ്റും തീരുമാനിക്കുന്നതിൻ്റെ അതോറിറ്റിയായി, അവസാന വാക്കായി പടച്ചവനെ അംഗീകരിച്ചുകൊണ്ട് അവനുള്ള അനുസരണത്തിൽ നിലകൊള്ളുക എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ താല്പര്യം. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലായാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം. എന്നിട്ട് അതിനെ താങ്കൾ വിശദീകരിക്കുകയും ചെയ്തു. അതിൽ ഇസ്ലാമിക ആദർശം എന്ന് പറയുന്നത് അതാണ് എന്ന് പറഞ്ഞു. ഇത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇപ്പോൾ ഇസ്ലാമികമായ ആദർശം അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അംഗീകരിക്കാത്തവരായിട്ട് ലോകത്ത് മുസ്ലിങ്ങളായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. അംഗീകരിക്കാത്തവരായിട്ട് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ സ്വാഭാവികമായും അതിനോട് വിയോജിക്കാവുന്നതാണ്. അതിരിക്കട്ടെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ മദ്രസകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മദ്രസകളിൽ പഠിപ്പിക്കുന്ന എന്താണ്? നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നതോട് കൂടിയാണ് ഒരാൾ മുസ്ലിം ആകുന്നത് എന്നാണ്. മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയാം. അപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലയാണ് ഞങ്ങളുടെ ആദർശം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്നിരിക്കെ ജമാഅത്തെ ഇസ്ലാമി ലാ ഇലാഹ ഇല്ലല്ലാ അല്ലെങ്കിൽ അതിൻ്റെ ആദർശം വിശദീകരിക്കുമ്പോൾ അതെങ്ങനെയാണ് മറ്റു മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിരിക്തമാകുന്നത് അല്ലെങ്കിൽ വ്യതിരിക്തമാകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം പിഴച്ചു അല്ലെങ്കിൽ ആദർശം ദുർവ്യാഖ്യാനം ചെയ്തു, ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നുള്ള പ്രചാരണം കൂടി നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും വ്യത്യസ്തമാകുന്നത്? ഇതിൽ ഒരു വശം ഒരു ആദർശ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ബോധ്യപ്പെട്ട ആദർശം പ്രബോധനം ചെയ്യുക. ഏത് ആദർശ പ്രസ്ഥാനവും അങ്ങനെയാണ് ചെയ്യുക. ആ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശമായി ജമാഅത്ത് എന്താണോ മനസ്സിലാക്കിയത് അത് ഈ നാട്ടിൽ വർഷങ്ങളായിട്ട് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അള്ളാഹുവിൻ്റെ പരമാധികാരം പ്രാപഞ്ചിക കാര്യങ്ങളിൽ പരിമിതമല്ല. പ്രാപഞ്ചിക കാര്യങ്ങളിൽ അള്ളാഹുവാണ് പരമാധികാരി എന്ന് പറഞ്ഞിട്ടുള്ളത്. സാൻമാർഗിക കാര്യങ്ങളിലും പരമാധികാരം അവന് വകവെച്ചു കൊടുക്കണം എന്നതിൻ്റെ ന്യായമായിട്ടാണ്. ആ അർത്ഥത്തിൽ മനുഷ്യൻ സാൻമാർഗിക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരി തെറ്റുകൾ വേർതിരിച്ച് മനസ്സിലാക്കുന്ന വിധിവിലക്കുകളും കൽപ്പനകളും നിരോധനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മേഖല ഉണ്ടല്ലോ ജീവിതത്തിൻ്റെ. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണ് കൊണ്ട് കാണുക, ഇത് പ്രകൃതിപരവും പ്രാപഞ്ചികവുമായ വിധിയുടെ ഭാഗമാണ്. അതൊരു മനുഷ്യന് യോഗം കൂടി കമ്മിറ്റി കൂടി കമ്മീഷൻ നിശ്ചയിച്ച് കണ്ണുകൊണ്ട് കേൾക്കുക എന്ന് നിശ്ചയിക്കാൻ കഴിയില്ല. പ്രകൃത്യ കണ്ണിൻ്റെ ദൗത്യം അതാണ്. അതേസമയം ഈ കണ്ണുകൊണ്ട് നല്ലത് കാണണോ ചീത്ത കാണണോ ഇതുമായി ബന്ധപ്പെട്ട വിധിയെയാണ് സാൻമാർഗിക വിധി എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രാപഞ്ചിക നിയമങ്ങൾ പടച്ചവനിൽ നിന്ന് സ്വീകരിക്കുക, സാൻമാർഗിക നിയമങ്ങൾ മനുഷ്യർ സ്വയം സൃഷ്ടിക്കുക, ഇങ്ങനെ ചെയ്യുന്ന പ്രക്രിയയുണ്ട്.
ഇത് എന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് പടച്ചവൻ്റെ പരമാധികാരത്തെ പ്രാപഞ്ചിക നിയമങ്ങളിൽ പരിമിതപ്പെടുത്തി മനുഷ്യൻ്റെ ദൈനംദിന ജീവിതവുമായി പടച്ചവൻ്റെ പരമാധികാരത്തിനൊരു ബന്ധവുമില്ല എന്ന് സ്ഥാപിക്കുന്ന നിലപാട് ഇസ്ലാമിക ദൃഷ്ട്യാ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ മുഴുക്കെ ഇതിനെതിരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആദർശ പ്രബോധനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ ആദർശത്തിന് മേൽക്കൈ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാവണം എന്നാണ് അത് ആഗ്രഹിക്കുക. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 70 വർഷമായിട്ട് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേൽ പടച്ചവൻ്റെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് മനുഷ്യർ നിലകൊള്ളണം എന്ന് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ, വിശ്വാസി സമൂഹം വലിയൊരളവിൽ അതിൽ ആകൃഷ്ടരാവുകയും അവർക്കത് ബോധ്യപ്പെടുകയും അവരത് അംഗീകരിക്കുകയും ചെയ്തുവെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണ്. എന്നും ഒരാദർശ പ്രസ്ഥാനവും ആ ആദർശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായ ഇടങ്ങളിലെ മുസ്ലിം സമുദായവും തമ്മിൽ രണ്ട് തലങ്ങളിൽ തന്നെ നിലകൊള്ളണം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ടതില്ല. അപ്പോൾ ആ നിലക്ക് ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിക്കുന്ന ആദർശത്തോട് അവർ ആഭിമുഖ്യമുള്ളവരാവുകയും അതിൽ ആകൃഷ്ടരാവുകയും അവരുടെ ഭാഷയും ശൈലിയും അതനുസരിച്ച് ഉള്ള പരിവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ അത് ആശങ്കപ്പെടേണ്ട ഒരവസ്ഥയല്ല. വ്യതിരിക്തത നഷ്ടമായോ എന്ന് ആലോചിച്ച് ബേജാറാവേണ്ട കാര്യമില്ല. ഇതാണ് ഈ ചോദ്യത്തോടുള്ള എൻ്റെ ഒന്നാമത്തെ പ്രതികരണം. രണ്ടാമത്തത്, യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ ധാരാളം മുസ്ലിം സംഘടനകളുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് തത്വത്തിലും മൊത്തത്തിലും അംഗീകരിച്ചവരാണവർ. പക്ഷേ അവരൊക്കെ മനുഷ്യരുടെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മളിവിടെ മതപരം, രാഷ്ട്രീയം, കുടുംബപരം, സാമൂഹികം, സാമ്പത്തികം എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത കള്ളികളിലും കോളങ്ങളിലുമാക്കുന്ന മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നിയമനിർമ്മാണത്തിൻ്റെ ഉറവിടം പടച്ചവനായിരിക്കണം എന്ന് അംഗീകരിക്കുന്നുണ്ടോ? ദൈനംദിന ജീവിതത്തിൻ്റെ ഓരോ കാര്യത്തിലും അള്ളാഹുവിനുള്ള അനുസരണത്തിൽ സർവദാ നിലകൊള്ളണം എന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. തത്വത്തിൽ അത് അംഗീകരിക്കുകയും പ്രയോഗത്തിൽ മനുഷ്യരുടെ മേൽ മനുഷ്യരുടെ സ്വതന്ത്ര തീരുമാനാധികാരം വകവെച്ച് നൽകുന്ന പാശ്ചാത്യൻ മതേതര ജനാധിപത്യത്തിൻ്റെ ദർശനങ്ങളും തത്വങ്ങളും സ്വയം ഏറ്റെടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ അനുയായികൾക്ക് അവസരം നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരമാധികാരം അംഗീകരിക്കുക എന്നതിൻ്റെ താല്പര്യം എന്താണ് എന്നവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി അനുസരിച്ച്, ആശയമനുസരിച്ച്, അഖീദ അനുസരിച്ച് മുസ്ലിം സമൂഹത്തിൽ മുഴുവൻ പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്താൻ സാഹചര്യം നമ്മെ അനുവദിക്കുന്നില്ല. അങ്ങനെ പരിവർത്തിതമായാൽ അൽഹംദുലില്ലാഹ് സന്തോഷമുള്ള കാര്യമാണ്. അവരിപ്പോഴും പ്രയോഗത്തിലും പ്രസ്താവനകളിലും ഇസ്ലാമിനെ സമഗ്രമെന്ന് പറയുന്നുണ്ടെങ്കിലും താത്വിക തലത്തിൽ മതപരമായ മേഖലയിലെ അള്ളാഹുവിൻ്റെ പരമാധികാരം അംഗീകരിച്ചിട്ടുള്ളൂ എന്ന് പറയാനാണ് സാഹചര്യങ്ങൾ നമ്മെ നിർബന്ധിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അത് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പിന്നെ ജീവിതത്തിൻ്റെ സാൻമാർഗിക വിധികർത്താവ് അല്ലെങ്കിൽ ജീവിതം മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന് അന്നത്തെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അപരിചിതമുള്ളതായിരിക്കാം. പക്ഷേ ഇന്ന് ഇസ്ലാം എന്ന് പറയുന്ന എല്ലാ മേഖലകളെയും പിന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം എല്ലാ മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് സർവത്ര മുസ്ലിങ്ങളും, വിശേഷിച്ചും കേരളത്തിലെ മുസ്ലിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെയല്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ വിലയിരുത്തി അവർ ഇസ്ലാമികമായ ആദർശങ്ങളിൽ അവരുടെ നിലപാട് ശരിയല്ല എന്ന് അവരെ ആക്ഷേപിക്കാനല്ല ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫ്രെയിം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സമീപനവും നമ്മൾ സ്വീകരിക്കാറില്ല. നമ്മൾ എന്താണ് ശരി, നമുക്ക് ബോധ്യപ്പെട്ട ശരി എന്താണ്, ഇത് പൊതുസമൂഹത്തോടും സ്വസമുദായത്തോടും പറയുകയാണ്. അവർ ഈ പറയുന്നത് വെച്ചിട്ട് അവരവരെ സ്വന്തം വിലയിരുത്തട്ടെ, അവർ ശരിയിലാണോ തെറ്റിലാണോ. ഒരു കാര്യം എന്തായിരുന്നാലും ഉറപ്പാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെ വിശദാംശങ്ങളായിട്ട് ഒരു ജീവിത കാഴ്ചപ്പാട് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 23 വർഷത്തെ അവിടുത്തെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മളിവിടെ സാമ്പ്രദായികമായി പറഞ്ഞു വരുന്ന മതപരം ഭൗതികം എന്ന് പറയുന്ന വേർതിരിവുകൾക്ക് അപ്പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ ആരാധനാപരവും ആത്മീയവുമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തതുപോലെ തന്നെ അവരുടെ പൊതു കാര്യപ്രസക്തമായ വശങ്ങൾക്കൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭരണം, രാഷ്ട്രീയം മുതൽ അങ്ങോട്ടുള്ള എല്ലാ മേഖലകളിലും പ്രവാചകൻ്റെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ സമഗ്ര സ്വഭാവത്തിൽ ദീനിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു ഭാഷയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാൻമാർഗിക വിധികർത്താവായി അള്ളാഹുവിനെ സ്വീകരിക്കുക എന്നത്. അപ്പോൾ ഈ തത്വത്തിൽ ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ എല്ലാ വ്യവഹാരങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിൽ, കച്ചവടത്തിൽ, കൃഷിയിൽ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിയമങ്ങളുടെ അടിസ്ഥാനങ്ങൾ തൻ്റെ വ്യവഹാരങ്ങളുടെ അടിസ്ഥാനങ്ങളാക്കിയാണോ നിലകൊള്ളുന്നത്? താങ്കൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ്. കച്ചവടത്തിൽ പലിശയോ അല്ലെങ്കിൽ അഴിമതിയോ അല്ലെങ്കിൽ പൂഴ്ത്തിവെപ്പോ ഒരു പക്ഷേ ബോധപൂർവം ഒരു വിശ്വാസി ചെയ്യൂല. അല്ലെങ്കിൽ അങ്ങനെ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലിശയിൽ ഏർപ്പെടുന്നവരുണ്ടാവാം. പക്ഷെ പലിശ തെറ്റാണെന്ന് അംഗീകരിക്കുന്നുണ്ടാവും. അതേസമയം രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വലിയ മേഖല എടുത്ത് പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ ശരികളും തെറ്റുകളും തീരുമാനിക്കാനുള്ള സ്വതന്ത്ര അധികാരം മനുഷ്യർക്ക് തന്നെ ഉണ്ട് എന്നവരെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക ലോകവുമായോ ഇസ്ലാമിക വിജ്ഞാനങ്ങളുമായോ ഒരു ബന്ധവുമില്ലാത്ത ഭൗതികന്മാർ ഈ കാഴ്ചപ്പാടിനെ അപ്പടി ശരിവെക്കുന്നു എന്ന് തോന്നത്തക്ക വിധമാണ് ഇവർ രാഷ്ട്രീയത്തിൽ നിലപാട് പുലർത്തുന്നത്. മതസംഘടനകൾ കൂടെ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരുന്നു, ഞങ്ങൾ മതത്തിൻ്റെ ആളുകളാണ്, രാഷ്ട്രീയത്തിലേക്കില്ല. രാഷ്ട്രീയക്കാരോട് ഇവർ കൂടെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ആളുകളല്ലേ, മതത്തിലേക്ക് വരണ്ട. ഇത്രയും കൃത്യമായി ഒരു വലിയ മേഖല ജീവിതത്തിൽ നിന്നും മുറിച്ചു മാറ്റാനും ഞങ്ങൾ അങ്ങോട്ടില്ലെന്ന് ഇവർക്ക് തീരുമാനിക്കാനും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് അവരോട് പറയാനും പറ്റുന്ന വിധം ഇത്രയും കൃത്യമായ ഒരു വീതം വെപ്പ് പ്രവാചകാധ്യാപനങ്ങളിലോ വിശുദ്ധ ഖുർആനിൻ്റെ ഉത്ബോധനങ്ങളിലോ നമുക്ക് കാണാൻ കഴിയില്ല. അതുമായി ഇത് ചേർന്നു പോകുകയില്ല. ഈ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അഖീദയുടെ വിശാല താല്പര്യങ്ങൾ എന്താണെന്ന് മുസ്ലിം സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സമഗ്രമാണെന്ന് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ശരിയാണെന്ന് തത്വത്തിൽ അംഗീകരിച്ചാൽ യഥാർത്ഥത്തിൽ ആ ശരി അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. ഈ ശരി ഈ നാട്ടിൽ പുലരുന്ന ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. ആ തലത്തിലേക്ക് ഇവരുടെ ആക്ഷൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് കുറച്ചൊരു 10-60 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ മതം അല്ലെങ്കിൽ ദീൻ എന്നതിന് വളരെ പരിമിതമായ ഒരു ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ബന്ധിപ്പിച്ച് നിർത്തുന്ന അത്രയേ ഉള്ളൂ ദീൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നേരത്തെ പൊതുവെ മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തത്വത്തിലെങ്കിലും അംഗീകരിക്കുന്നുണ്ട്. പ്രായോഗികമായി ഒരുപാട് വിഷയങ്ങളുണ്ടായിരിക്കാം, വിയോജിപ്പുകളുണ്ടായിരിക്കാം, പക്ഷേ തത്വത്തിലെങ്കിലും അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശേഷം കേരള മുസ്ലിങ്ങളുടെ അവസ്ഥ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ സഞ്ചാരം ചരിത്രപരമായി എങ്ങനെയാണ് സംഭവിച്ചത്? അതിൽ ജമാഅത്തെ ഇസ്ലാമി എന്താണ് അതിൽ സ്റ്റെപ്പ് എടുത്തത്? ജമാഅത്തെ ഇസ്ലാമിയുടേതായ സംഭാവനകൾ അതിനകത്തുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് കുറേ വർഷം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബ്രിട്ടീഷ് കോളനി മേധാവിത്വത്തിൻ്റെ കീഴിലായിരുന്നു ഇന്ത്യ രാജ്യമുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കാലഘട്ടം വെറും ഒരു രാഷ്ട്രീയ മേധാവിത്വത്തിൻ്റെ കാലഘട്ടം മാത്രമായിരുന്നില്ല. അത് കുറേ തത്വങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും പ്രചാരണങ്ങളുടെ കാലഘട്ടവും കൂടിയായിരുന്നു. നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള മതേതരത്വം, അതുപോലെ പാശ്ചാത്യൻ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്ന ജനാധിപത്യം, ഇത്തരം ആശയങ്ങളൊക്കെ വലിയ അളവിൽ വിശ്വാസി സമൂഹത്തെയും പൊതുസമൂഹത്തെയും ഒക്കെ ആഴത്തിൽ സ്വാധീനിച്ച കാലഘട്ടവും കൂടിയാണത്. അതിൻ്റെ ഒരു സ്വാഭാവികമായ ഫലം ഈ സെക്യുലർ കാഴ്ചപ്പാട്, പാശ്ചാത്യൻ മതേതര കാഴ്ചപ്പാട് സമൂഹത്തിൽ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ട് മതം വേറെ, രാഷ്ട്രീയം വേറെ, രാഷ്ട്രം വേറെ, ദീൻ വേറെ, ദുനിയാവ് വേറെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വളരെ
ഏതാണ്ട് പൊതുവിൽ അതിന് സ്വീകാര്യത കിട്ടി എന്ന് തോന്നാവുന്ന വിധം അംഗീകരിക്കപ്പെട്ടിരുന്നു. അസ്ഹറുൽ ഷെയ്ഖ് ഈജിപ്തിലെ അസ്ഹർ എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ സ്ഥാപനത്തിലെ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ ഇത്തരം കാഴ്ചപ്പാടുകളെ ഇസ്ലാമിക ദൃഷ്ട്യാ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ഗ്രന്ഥരചന പോലും നടത്തിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ പശ്ചാത്തലം വിശദീകരിക്കുന്ന പ്രസ്ഥാന സാഹിത്യങ്ങൾ പരിശോധിച്ചാൽ ഈ ഒരു ഘട്ടം നന്നായി കാണാം. ഞാനത് വിശദീകരണം ഭയന്ന് അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഈ മതവും രാഷ്ട്രവും വേറെ, ദീനും ദുനിയാവും വേറെ. നമ്മൾ മതകാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ മതി, പൊതുകാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കാൻ നമുക്ക് വിട്ടുതന്നതാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്ന സാഹചര്യത്തിലൊക്കെ പൊതുവിൽ മുസ്ലിം സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നത്. അത് പ്രായോഗികമായിട്ട് തത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നു. തത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എഴുതപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ, ഈ കൊച്ചു കേരളക്കരയിൽ മലയാളത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. മതം വേറെ, രാഷ്ട്രീയം വേറെ. അതായത് ഇപ്പോൾ നിങ്ങൾ പച്ചക്കറി വാങ്ങാൻ സ്വർണ്ണക്കടയിൽ പോവുകയില്ല എന്നതുപോലെ ഭരണരാഷ്ട്രീയ മേഖലയിലെ വിധി തേടി ആരും ഖുർആനിലേക്കോ സുന്നത്തിലേക്കോ വരികയില്ല, അല്ലെങ്കിൽ വരേണ്ടതില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുപാട് വാദഗതികളും ഉദ്ധരണികളും അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം എന്ന് വെച്ചാൽ യൂസുഫ് നബി അലൈഹി സ്വലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ജീവിക്കുന്ന ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഒരു ഭക്ഷ്യമന്ത്രിയായി ജോലി ചെയ്തു, അതുകൊണ്ട് അങ്ങനെയൊക്കെ ആവാം എന്നൊക്കെ ഉള്ള വാദഗതികൾ. അപ്പോൾ യൂസുഫ് നബിയുടെ ഭരണപങ്കാളിത്തം, ഇബാദത്തിൻ്റെ അർത്ഥം, അനുസരണം, അടിമത്തം എന്നുണ്ടോ ഇല്ലേ ഇത്യാദി ചർച്ചകളൊക്കെ ആ സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്നത് അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് നേരത്തെ ഞാൻ പറഞ്ഞ ആ വിശാലതയിൽ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. അതായത് മനുഷ്യൻ്റെ സാൻമാർഗിക ജീവിതത്തിൻ്റെ മേൽ, സാൻമാർഗിക ജീവിതം എന്ന് പറയുന്നത് എത്ര വിശാലമാണോ അതിൻ്റെ മേൽ അവസാന വാക്ക്, അതിലെ ഓരോ കാര്യങ്ങളിലും അവസാന വാക്ക് പറയാനുള്ള അതോറിറ്റി ആരാണോ മനുഷ്യരുടെ സൃഷ്ടാവ് അവൻ തന്നെ ആയിരിക്കണം. സൃഷ്ടികർമ്മം ഒരുത്തൻ നടത്തുന്നു, ഉടമസ്ഥത വേറൊരു കൂട്ടർക്കാവുന്നു, ആധിപത്യം മറ്റൊരു കൂട്ടർ കൈക്കലാക്കുന്നു. ആ ആധിപത്യം കൈക്കലാക്കിയ ആളുകൾ അവരുടെ തന്നിഷ്ടം, അവർക്ക് യാതൊരു ഉടമസ്ഥതയും ഇല്ലാത്ത ഈ സൃഷ്ടികളുടെ മേൽ നിർബാധം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷത്തെയാണ് സയ്യിദ് മൗദൂദിയും ജമാഅത്തെ ഇസ്ലാമിയും പ്രശ്നവൽക്കരിച്ചത്. അപ്പോൾ താങ്കൾ ചോദിച്ചതുപോലെ ഇതൊരു 10-70 വർഷം മുമ്പത്തെ ഈ കേരളീയ സമൂഹത്തിൻ്റെ, മൊത്തം ഇന്ത്യയുടെയും നമ്മളിപ്പോൾ മുഖ്യ ചർച്ചാ വിഷയമായ കേരളീയ സമൂഹത്തിൻ്റെയും മുസ്ലിം പൊതുമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു ജീവിത പദ്ധതി, ഒരു സമഗ്ര ജീവിത പദ്ധതി എന്ന പ്രയോഗം വളരെ കൗതുകമുള്ളതും വിചിത്രവുമായിരുന്നു. അതിനെ തന്നെയും പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത സ്ഥിതിവിശേഷങ്ങൾ വരെ നമുക്ക് കാണാം. അതിലേക്കിപ്പോൾ നമ്മൾ പോകണ്ട. നമുക്ക് അതിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എടുത്തുദ്ധരിക്കുകയും അതിൽ സന്തോഷിക്കുകയും അതിലേക്ക് ആളുകളെ ആകർഷിക്കുകയും ചെയ്യാം. അതിലാണ് സമൂഹത്തിൻ്റെ നന്മ. പക്ഷേ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ കേരളീയ സമൂഹത്തിൽ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ മേൽ അള്ളാഹുവിനാണ് പരമാധികാരം. ദൈനംദിന ജീവിത വ്യവഹാരങ്ങളിൽ അവസാന വാക്ക് പറയാനുള്ള അധികാരം പടച്ചവനാണ് എന്നത് തത്വത്തിൽ അംഗീകരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അത് അത്ര ആഴത്തിലും ഗൗരവത്തിലും ചിന്തിച്ചാണോ ഈ അംഗീകരിച്ചിട്ടുള്ളത് എന്നൊരു സംശയം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. സംശയം ബാക്കി നിൽക്കാനുള്ള കാരണം വേറൊന്നുമല്ല, യഥാർത്ഥത്തിൽ ഗൗരവത്തിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ ആണ് ഇത് ഉൾക്കൊണ്ടതെങ്കിൽ ഈ ഉൾക്കൊണ്ടത് നടപ്പിലാക്കാൻ സഹായകമായ ഒരു പദ്ധതിയും പരിപാടിയും ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടാവേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കിയതുപോലെയുള്ള ആശയാദർശങ്ങൾ പുലരുന്ന ഒരു സാമൂഹിക ക്രമത്തിന് വേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളുമുണ്ട്. പക്ഷേ ആ പദ്ധതികളെയും പരിപാടികളെയും മതരാഷ്ട്രവാദം എന്നോ മറ്റോ വിളിച്ച് ആസ്ഥാനത്ത് ഇവർ ഭരണം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് ആക്ഷേപിച്ച് വസ്തുതകളുടെ ഒരു പിൻബലവുമില്ലാത്ത ആരോപണങ്ങൾ ചാർത്തി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നു, നന്നു ചുരുങ്ങിയത് അത്തരം ആളുകളെങ്കിലും, മുസ്ലിം സമുദായത്തിനകത്തുള്ള അത്തരം ആളുകളെങ്കിലും അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ ഇപ്പോഴും ഒന്നുകിൽ പ്രാപഞ്ചിക കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മതകാര്യങ്ങൾ എന്നവർ കരുതുന്നതിൽ ഒതുങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന്. നമ്മളിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തെക്കുറിച്ച്, ഐഡിയോളജിയെക്കുറിച്ച് സംസാരിച്ചു.
അത് ദൈവത്താൽ അള്ളാഹുവിനാൽ നിർണിതമാണ്. അത് പ്രവാചകന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ടതുമാണ്. എന്നതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്ത് എന്താണ് ലക്ഷ്യമാക്കേണ്ടത് എന്നുള്ളതും അള്ളാഹുവിനാൽ നിർണിതമാണ്, പ്രവാചകന്മാരാൽ മാതൃകയുള്ളവരാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചത്. അപ്പോൾ ഇതിൽ തന്നെ ആദർശത്തെ വിശദീകരിച്ച സന്ദർഭത്തിലും ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ദീനിനെ വിശദീകരിക്കുന്ന സന്ദർഭത്തിലും ജീവിതത്തോളം വിശാലമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ആശയവും അതേപോലെ തന്നെ ദീൻ എന്ന ആശയവും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയവും പെടുമല്ലോ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവർ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ആളുകളാണ് എന്നുള്ളത്. അതേസമയം ഇസ്ലാമികമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉണ്ട് എന്നാണ് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്താണ്? മറ്റു മേഖലകളും ജീവിതത്തിനുണ്ട്, പക്ഷേ രാഷ്ട്രീയ വിഷയമാണ് പൊതുവെ ഇവിടെ ചർച്ച ചെയ്യപ്പെടാറുള്ളത്. നോക്കൂ, യഥാർത്ഥത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയം എന്ന ഒരൊറ്റ വിഷയത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുപോയി പരിമിതപ്പെടുത്തേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എന്തൊക്കെ മേഖലകളുണ്ട്, മനുഷ്യൻ എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്, മനുഷ്യൻ ഈ നാട്ടിൽ ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇതുമായൊക്കെ ബന്ധപ്പെട്ട വിശാലമായ വിസ്തൃതമായ അധ്യാപനങ്ങൾ പ്രവാചക ജീവിതത്തിലും വിശുദ്ധ ഖുർആനിലും പ്രവാചക അധ്യാപനങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ്റെ തന്നെ ഒരു ഉപമ ഇസ്ലാമിനെ ഒരു വലിയ പാശത്തോട്, നമ്മൾ ഈ ഓണത്തിന് കമ്പവലിക്കൊക്കെ ഉപയോഗിക്കുന്ന വലിയ കയറുണ്ടല്ലോ, ഒരുപാട് ഇഴകളുള്ള, ഓരോ ഇഴയും നമുക്കിങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ചെറു കയറുകൾ ചേർത്ത് പിരിച്ച വണ്ണമുള്ള കയറ് പോലെ തോന്നുന്ന കമ്പക്കയർ, ഇതുപോലല്ല തുങ്കവന്ന ഉറൽ ഇസ്ലാമി ഉർവത്തൻ ഉർവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ പാശം, അതിൻ്റെ ഇസ്ലാമിക പാശത്തിൻ്റെ ഓരോ ഇഴയായി ഉടഞ്ഞ് പിരിഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് പറയുന്നു, ആദ്യം ഒടിഞ്ഞ് നുരുമ്പി ദ്രവിച്ചു പോകുന്നത് ഹുക്മ് എന്ന് പറയുന്ന പാശമായിരിക്കും, ഇഴയായിരിക്കും. അവസാനം നഷ്ടപ്പെടുന്നത് നമസ്കാരം എന്ന ഇഴയായിരിക്കും. അപ്പോൾ ഇസ്ലാമിനെ കയറിനോട് ഉപമിച്ചപ്പോൾ ഈ കയറിൻ്റെ എത്ര ഇഴകളുണ്ടോ അതുപോലെയാണ് ഇസ്ലാമിക ജീവിത പദ്ധതി. അതിൽ ആത്മീയ കാര്യങ്ങളുണ്ട്, അതിൽ സാമ്പത്തിക വിഷയങ്ങളുണ്ട്, അതിൽ സാമൂഹിക കുടുംബ ജീവിതത്തെ സംബന്ധിച്ച അധ്യാപനങ്ങളുണ്ട്, അതിൽ സാമൂഹിക നീതി നേടിയെടുക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ഉത്ബോധനങ്ങളും ഉണ്ട്, അതിൽ സമൂഹത്തിൽ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ആവശ്യമായ സിവിൽ ക്രിമിനൽ നിയമങ്ങളുണ്ട്, അതിൽ മർദ്ദിതരും അശരണരുമായ ആളുകൾക്ക് സംരക്ഷണം നൽകുന്നതിനാവശ്യമായ നിയമ അധികാര കേന്ദ്രങ്ങളും ഘടനയുമുണ്ട്. അതിൽ സ്വാഭാവികമായും ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുമ്പോൾ അതിനൊരു മേൽക്കൂര എന്ന നിലക്ക് രാഷ്ട്രവും രാഷ്ട്രീയവുമായ കാര്യങ്ങളുമുണ്ട്. ഈ സമഗ്ര ഇസ്ലാമിനെ ഇതിൻ്റെ സമഗ്ര സ്വഭാവത്തിൽ പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ദീൻ എന്നാൽ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരൊറ്റ പ്രമേയത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ പ്രസ്ഥാനമല്ല. അപ്പോൾ താങ്കളുടെ ചോദ്യം തന്നെ ആ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന പ്രസ്ഥാനം നാളിതുവരെ പ്രബോധനം ചെയ്ത സമഗ്ര ദീനിനെ ആ നിലക്ക് അംഗീകരിച്ചുകൊണ്ടോ മനസ്സിലാക്കിക്കൊണ്ടോ അല്ല എന്നെനിക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു വിഷയം, ജമാഅത്തെ ഇസ്ലാമി നേരത്തെ ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ മുഖ്യമായി മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആശയമായിരുന്നു ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്നത്. താങ്കൾ നേരത്തെ ആ കയറിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോഴും ആദ്യം അഴിഞ്ഞു പോകുന്നത് ഹുക്കുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയും ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും അതേപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? അതല്ല ഹുക്കൂമത്തെ ഇലാഹിയിൽ നിന്ന് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി പതുക്കെ സ്കിപ്പായി പോകുന്നത് എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യവുമാണ്, സമൂഹത്തിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യവുമാണ്. നേരത്തെ ഹുക്കൂമത്തെ ഇലാഹിയെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി ധാരാളമായി സംസാരിച്ചിരുന്നു, പിന്നെ അത് പതുക്കെ മാറ്റി ചവിട്ടി എന്നൊരു പ്രചാരണവും വിമർശനവും നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ എന്ന് പറഞ്ഞാൽ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇന്ത്യയിൽ രൂപീകൃതമായ പ്രസ്ഥാനത്തെ സംബന്ധിച്ചാണ്. ആ പ്രസ്ഥാനം അതിൻ്റെ പ്രയാണത്തിൻ്റെ ഘട്ടത്തിൽ ഒരു സന്ദർഭത്തിലും ഹുക്കൂമത്തെ ഇലാഹിയ എന്നത് അതിൻ്റെ ലക്ഷ്യമായി അംഗീകരിച്ചിട്ടില്ല. ആ പ്രസ്ഥാനം 1948 രൂപീകരിക്കപ്പെട്ട
ഒരു പുതിയ രാജ്യത്തെ ഒരു പുതിയ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ. വസ്തുനിഷ്ഠമായി നമ്മളൊരു പ്രസ്ഥാനത്ത് പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാഞ്ഞാൽ ആശയക്കുഴപ്പങ്ങൾ പലതും ഉണ്ടാവും. ഹുക്കുമത്തെ ഇലാഹിയ എന്നതിനെ സംബന്ധിച്ച് ഞാൻ പറയാം. അതിൽ നിന്ന് തോളൊഴിയേണ്ട ഒരു കാര്യവുമില്ല. അതൊരു ചരിത്രപരമായ വസ്തുതയാണ്. അത് പറയുമ്പോൾ വളരെ ഗൗരവപ്പെട്ട ചില വശങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ വന്നാലാണ് ഹുക്കൂമത്തെ ഇലാഹിയ എന്ന പ്രമേയത്തിൻ്റെ അന്നത്തെ പ്രസക്തിയും ഇന്നത്തെ പ്രസക്തി ഇല്ലായ്മയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്ന ഒരു ഇന്ത്യയുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ നമ്മൾ നോക്കിയാൽ കുറേ രാജ്യങ്ങൾ കാണാൻ പറ്റും. ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചിരുന്ന, ഭരണം നടത്തിയിരുന്ന ആ ഇന്ത്യ ഇന്ന് നിലവിലുണ്ടോ? ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്ന ഇന്ത്യ ഇന്ന് നിലവിലില്ല. ഭൂപടത്തിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല. അപ്പോൾ അതെന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും പിന്നീട് പാകിസ്ഥാൻ വിഭജിച്ചുണ്ടായ ബംഗ്ലാദേശും ചേർന്ന വിശാലമായ ഒരു ഭൂപ്രദേശം, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു ഗണ്യമായ ഭാഗമാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത്. ഈ ബ്രിട്ടീഷ് ആധിപത്യം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് സയ്യിദ് അബുൽ-ആല മൗദൂദി ഇന്ത്യ ഈ ഉപഭൂഖണ്ഡത്തിൽ അദ്ദേഹത്തിൻ്റെ നവോത്ഥാന പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പാശ്ചാത്യൻ സെക്യുലർ കാഴ്ചപ്പാട്, ഇന്ത്യയുടെ മതനിരപേക്ഷതയല്ല, പാശ്ചാത്യൻ സെക്യുലർ കാഴ്ചപ്പാട് വലിയ തോതിൽ തലമുറകളെ സ്വാധീനിച്ച ഒരു ഘട്ടവും കൂടിയാണ്. അപ്പം മതം വേറെ, രാഷ്ട്രീയം വേറെ, ദീന് വേറെ, ദുനിയാവ് വേറെ എന്ന മുദ്രാവാക്യത്തിന് മുസ്ലിം ഉമ്മത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പോലും വലിയ സ്വീകാര്യത കിട്ടിയ ഘട്ടമാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഞാനതിൻ്റെ വസ്തുതകൾ ഉദ്ധരിച്ച് അത് സ്ഥാപിക്കാൻ ഇപ്പോൾ ഈ സംസാര മധ്യേ ശ്രമിക്കുന്നില്ലെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സയ്യിദ് അബുൽ-ആല മൗദൂദി 1930കളിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട്, സമഗ്രമായ ദീനീ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു പ്രവാചകന്മാർക്കൊരു ലക്ഷ്യം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. ആ ലക്ഷ്യം വിട്ട് കളിക്കാൻ ഒരു മുസ്ലിമാണെന്നിരിക്കെ അനുവാദമില്ല എന്ന ന്യായത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവും ഖുർആൻ നിശ്ചയിച്ച ആദർശവും ലക്ഷ്യവും അംഗീകരിച്ചുകൊണ്ട് അതടിസ്ഥാനമാക്കി സാമൂഹിക വിശകലനം നടത്തുകയാണ് സയ്യിദ് അബുൽ-ആല മൗദൂദി. ആ സന്ദർഭത്തിൽ അദ്ദേഹം വളരെ ഗൗരവപ്പെട്ട ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് മുമ്പേ കേട്ട് വിമർശകരുടെ നാവിൽ നിന്നൊക്കെ ജമാഅത്ത് പ്രവർത്തകർ കേട്ട് ശീലിച്ച, കാണാതെ പഠിച്ച പുസ്തകമായിരിക്കാം മുസൽമാനവും അവർ മൗജൂദ ഷിയാഷി കശ്മകശ് എന്ന് പറയുന്നത്. അത് പിന്നീട് വിഭജനത്തിന് ശേഷം സയ്യിദ് മൗദൂദി തന്നെ ഒന്നുകൂടി മൊത്തം പുനഃപരിശോധിച്ച് ആവശ്യമായ അടിക്കുറിപ്പുകൾ വേണ്ടിടത്ത് ചേർത്ത് തഹരീക്ക് ആസാദെ ഹിന്ദ് അവർ മുസൽമാനോ എന്ന പേരിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും മുസ്ലിങ്ങളും എന്ന പേരിൽ 2 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ പരാമർശിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഏത് സാഹചര്യത്തിലാണ് സയ്യിദ് അബുൽ-ആല മൗദൂദി ഇപ്പോൾ ഭൂപടത്തിൽ നിലവിലില്ലാത്ത ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഹുക്കൂമത്തെ ഇലാഹിയ എന്ന ലക്ഷ്യത്തെ സംബന്ധിച്ച്, എന്ന അവരുടെ പ്രയോഗത്തെ സംബന്ധിച്ചും അതിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവിടെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടണം. ഇതിൽ മുസ്ലിങ്ങൾക്കിടയിലോ മറ്റ് ജനസമൂഹങ്ങൾക്കിടയിലോ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതിന് സമരത്തിന് മുൻകൈ എടുക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിനെ പിന്തുണക്കണവും എന്നതിലും അഭിപ്രായ വ്യത്യാസമില്ല. പൊതുവിൽ ഗാന്ധിജിയുടെ ഒക്കെ നേതൃത്വത്തിൽ, നെഹ്റുവിൻ്റെയും മറ്റും നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ചു വരുന്ന സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തുക തന്നെയാണ് വേണ്ടത് എന്നതിലും അഭിപ്രായ വ്യത്യാസമില്ല. അതേസമയം ഇസ്ലാമിക ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ ആ സാഹചര്യത്തെ വിശകലനം നടത്തുമ്പോൾ പല ഗൗരവപ്പെട്ട വശങ്ങളും ജമാഅത്തിൻ്റെ മുമ്പിൽ, സയ്യിദ് മൗദൂദിയുടെ മുമ്പിൽ വരുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന അന്നത്തെ ആ സംഘടനയുടെ മുമ്പിലും അത് വരുന്നുണ്ട്. അതിലെന്തൊക്കെയുണ്ട്? ഒന്ന്, നാൾക്ക് നാൾ ശക്തി പ്രാപിച്ചു വരികയാണ് ബ്രിട്ടീഷ് വിരുദ്ധ വിരോധം. ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ശക്തിപ്പെടണം. സയ്യിദ് മൗദൂദിയുടെ നേതൃത്വത്തിൽ ഒരു ഇടപെടൽ നടത്തിയപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചൂട് പോയി, അല്ലെങ്കിൽ അതിൻ്റെ കാറ്റ് കളഞ്ഞു ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ന വിമർശനമല്ല ഉണ്ടാവേണ്ടത്. പകരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ത്വര ഒന്നുകൂടി വർദ്ധിച്ചു എന്നാണ് വരേണ്ടത്. അപ്പോൾ അതിനെന്ത് വേണം? ബ്രിട്ടീഷുകാരെ രാഷ്ട്രീയമായി എതിർക്കുന്നതോടൊപ്പം അവരെ പ്രത്യയശാസ്ത്രപരമായി കൂടി നിരായുധരാക്കണം. സ്വാഭാവികമായിട്ടും അവരുടെ ജനാധിപത്യ സങ്കല്പത്തെയും അവരുടെ മതേതര കാഴ്ചപ്പാടുകളെയും അവരുടെ ദേശീയത എന്ന് പറയുന്ന
സിദ്ധാന്തത്തെയുമൊക്കെ ശക്തമായ പ്രമാണബദ്ധമായ വിശകലനങ്ങൾക്ക് സെയ്ദ് മൗദൂദി വിധേയമാക്കി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആശയപരമായ, രാഷ്ട്രീയമായി അവരോട് എതിർക്കുക മാത്രമല്ല ആശയപരമായി അവരെ നിരായുധരാക്കുക എന്ന ഒരു പണി വളരെ പ്രശസ്തമായ രീതിയിൽ സെയ്ദ് മൗദൂദി നിർവഹിച്ചു. അതേസമയം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ, അന്നത്തെ ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിങ്ങളിലെ ഗണ്യമായൊരു വിഭാഗം സാമുദായികമായ അജണ്ടകൾ ഒരു പരിധിക്കപ്പുറം ആവേശപൂർവ്വം ഏറ്റെടുത്തു. സ്വന്തം സമുദായത്തിൻ്റെ കാര്യം നോക്കാം, പക്ഷേ സമുദായം എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം, ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം സമുദായത്തിന് ഗുണമുണ്ടോ ഇല്ലേ എന്നത് മാത്രമാകുന്ന സാമുദായികത ഇസ്ലാമിന് സ്വീകാര്യമല്ല. അപ്പോൾ അങ്ങനെ ആത്യന്തികമായ സാമുദായികവാദത്തിലേക്ക് കുറേ ആളുകൾ തെന്നിമാറി. വേറെ ഒരു കൂട്ടർ, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ജനസമൂഹത്തിലെ വലിയൊരു വിഭാഗം അതിശക്തമായ ദേശീയവാദികളായി മാറി. അപ്പോൾ നോക്കൂ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നു, അത് ശക്തിപ്പെടണം. മറ്റൊന്ന്, ഈ സാമുദായികവാദികൾക്ക് സാമുദായികതയേക്കാൾ മെച്ചപ്പെട്ട ഒരു ബദൽ വെച്ചു കൊടുക്കണം. ദേശീയതയിൽ അധിഷ്ഠിതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ദേശീയവാദത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു അജണ്ടയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം. ഇതിനൊക്കെ അപ്പുറത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയാൽ ഇന്ത്യ എന്താകും, എങ്ങനെ ഭരിക്കും എന്ന ഒരു രാഷ്ട്രീയ ചോദ്യമുണ്ട്. ഇത് വളരെ ആഴമുള്ള ചോദ്യമാണ്. ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് ഒരു മറുപടി, അതിനൊരു ആക്ഷൻ പ്ലാൻ സമർപ്പിക്കുകയും ചെയ്യണം. ഒരേ സമയം ഈ സർവതല സ്പർശിയായ, ഈ അജണ്ടകളിലൊക്കെ സ്പർശിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഹുക്കൂമത്തെ ഇലാഹിയ എന്ന് അതേക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ പരമാധികാരത്തെക്കുറിച്ചാണ് ബ്രിട്ടീഷുകാർ സംസാരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരമാധികാരം എന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ അതിനോട് ഏറ്റുമുട്ടാൻ പ്രാപ്തിയും ത്രാണിയുമുള്ള ഒരു ബദൽ രാഷ്ട്രീയ പ്രമേയമാണ്. പിന്നെ സാമുദായികതക്കോ ദേശീയതക്കോ വേണ്ടിയല്ല മനുഷ്യർ നിലകൊള്ളേണ്ടത്. അവർ ഈ പ്രപഞ്ചം, ഈ ഭൂമി, ഇവിടെയുള്ള വസ്തുവകകൾ യഥാർത്ഥത്തിൽ ആരുടേതാണോ, ആരുടെ വായുവും ആരുടെ വെള്ളവും ആരുടെ വെളിച്ചവുമാണോ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അവൻ്റെ തന്നെ നിയമങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നതിലാണ് അന്തസ്സ്, അതാണ് നീതി, അതാണ് മാന്യത. ഈ പരിഗണനകളെല്ലാം വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ സയ്യിദ് മൗദൂദിയുടെ നേതൃത്വത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി എടുത്ത ഒരു രാഷ്ട്രീയ ഇടപെടലാണ് ഹുക്കൂമത്തെ ഇലാഹിയ എന്ന് പറയുന്നത്. ഇതിൽ ഒരു കാര്യവും കൂടി നമ്മൾ ആലോചിക്കണം. സയ്യിദ് അബുൽ-അല മൗദൂദിയുടെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെടുമ്പോൾ അന്നത്തെ വിഭജനത്തിന് മുമ്പുള്ള ഇന്ത്യയിലെ തലയെടുപ്പുള്ള സമുന്നതരായ 70ഓളം പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അതിൽ സാക്ഷാൽ അബുൽ ഹസൻ അലി നദ്വി ഉൾപ്പെടെയുള്ളവരുണ്ട്. അലി മിയാൻ എന്നറിയപ്പെടുന്ന, എന്ന് സ്നേഹപൂർവ്വം ആളുകൾ വിളിക്കുന്ന അബുൽ ഹസൻ അലി നദ്വി ഉൾപ്പെടെയുള്ള പണ്ഡിത കേസരികളുണ്ട്. ഇവർക്കാർക്കും ആ സന്ദർഭത്തിൽ ഹുക്കൂമത്തെ ഇലാഹിയ എന്ന മുദ്രാവാക്യം ഫിറ്റല്ല, അത് അപകടം പിടിച്ചതാണ് എന്ന് തോന്നിയിട്ടില്ല. അതിൻ്റെ അർത്ഥം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ മുദ്രാവാക്യത്തിന് അതിൻ്റേതായ മുനയുണ്ട്. അത് ഒരേ സമയം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകുന്നുണ്ട്. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ മൗദൂദി സാഹിബ് രൂപീകരിച്ച ജമാഅത്തെ ഇസ്ലാമി ഇന്ന് നിലവിലില്ല. കാരണം അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. ആ രാജ്യവും ഇന്ന് നിലവിലില്ല. ഇന്നുള്ളത് ഇന്ത്യ എന്ന ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കും പിന്നീട് ഉണ്ടായ ബംഗ്ലാദേശ് എന്ന് പറയുന്ന വേറൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സയ്യിദ് മൗദൂദി പ്രവർത്തിച്ച ഇന്ത്യ ഇന്ന് ഭൂപടത്തിലില്ല. അദ്ദേഹം രൂപീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയും നിലവിലില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു കാര്യമാണ് ഹുക്കൂമത്തെ ഇലാഹിയ എന്നത്. അതിന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുമായി ചേർത്ത് കെട്ടാൻ ശ്രമിക്കുന്നത് വസ്തുതകളോടൊട്ടും നീതി പുലർത്താത്ത ഒരു സമീപനമാണ്. ഇപ്പോൾ ഈ വിശദീകരണത്തിൽ സയ്യിദ് മൗദൂദിയെ സംബന്ധിച്ച് താങ്കൾ പറയുന്നുണ്ട്, ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു, മതേതരത്വത്തെക്കുറിച്ച് പറഞ്ഞു, സയ്യിദ് മൗദൂദി രൂപീകരിച്ച ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നിലവിലില്ല എന്ന് പറഞ്ഞു. ഇതിനോടൊക്കെ എനിക്ക് ചോദ്യങ്ങളുണ്ട്, അത് പിന്നീട് വരാം. അതേപോലെ തന്നെ ഹുക്കൂമത്തെ ഇലാഹിയെ സംബന്ധിച്ച് ചരിത്രപരമായി വിശദീകരിച്ചു. പക്ഷെ അങ്ങനെ അത് വിശദീകരിച്ച് ഒഴിവാക്കിയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇഖാമത്തുദ്ദീനാണ്. ആ ഇഖാമത്തുദ്ദീനിനകത്ത് ഒരു രാഷ്ട്രീയ സങ്കല്പം ഉണ്ട്.
അതേസമയം ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായിട്ട് നിങ്ങൾ മതരാഷ്ട്രവാദികളാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു മതരാഷ്ട്രവാദം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു കണ്ടൻറ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ഈ ലക്ഷ്യത്തിനകത്ത് യഥാർത്ഥത്തിലുണ്ടോ? ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പരാമർശിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇസ്ലാമിനെ അടിസ്ഥാന ആദർശമായി അംഗീകരിച്ച പ്രസ്ഥാനമാണ്. ഇസ്ലാമിൽ എന്താ ഉള്ളത് അതേ ജമാഅത്തെ ഇസ്ലാമിൽ ഉണ്ടാവൂ. ഇസ്ലാമിൽ എന്തൊക്കെ ഇല്ലേ അതൊന്നും ജമാഅത്തെ ഇസ്ലാമിൽ ഉണ്ടാവാൻ പറ്റില്ല എന്നതാണ് ഒരു സംഘം ഇസ്ലാമികമാവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ താല്പര്യം. അപ്പോൾ ഇസ്ലാമിൽ എത്ര അളവിൽ രാഷ്ട്രീയമുണ്ടോ അത്രയും അളവിൽ ജമാഅത്തെ ഇസ്ലാമിയിലും രാഷ്ട്രീയം ഉണ്ടാവും. ഇസ്ലാമിൻ്റെ ഏത് പ്രയോഗത്തെയാണ് മതരാഷ്ട്രവാദപരം അല്ലെങ്കിൽ മതരാഷ്ട്രവാദം എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിൻ്റെ അറബി എന്താ? മതരാഷ്ട്രവാദം എന്നതിനിപ്പോൾ നമ്മൾ അറബി പരിശോധിച്ചാൽ അറബിയിൽ എന്താണത് സാധനം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താണത്? ഇനിയിപ്പോൾ ജമാഅത്തിൻ്റെ അധിക പുസ്തകങ്ങളും അടിസ്ഥാന സാഹിത്യങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു പൊതുഭാഷയായി വർത്തിക്കുന്ന ഉറുദുവിലാണ്. അപ്പോൾ ഉറുദുവിൽ മതരാഷ്ട്രവാദം എന്നതിൻ്റെ പ്രയോഗം എന്താ? അപ്പോൾ യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആ വിമർശകർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ പ്രസ്ഥാനം ശരിയോ തെറ്റോ, ആ പ്രസ്ഥാനത്തിനൊരു വാദം ഉണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടത് അവരാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദ കാഴ്ചപ്പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നതാണ് ബുദ്ധിപരമായ സത്യസന്ധത, ഒരു സമൂഹം പുലർത്തേണ്ട ബുദ്ധിപരമായ സത്യസന്ധത. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം എന്താണ് എന്ന് ഈ ബന്ധപ്പെട്ടവർ പറയുന്ന വിമർശകർ വിശദീകരിക്കാത്തത് കൊണ്ട് നമുക്ക് അതേ സംബന്ധിച്ച് പല വിശകലനങ്ങളും നടത്തേണ്ടി വരികയാണ്. എന്തിനാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്? മതവും രാഷ്ട്രവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. മതവും രാഷ്ട്രവും തമ്മിൽ ബന്ധപ്പെടുത്തുന്നു എന്നത് തന്നെ അപകടകരമാണ്. ഇതാണ് മതരാഷ്ട്രവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേരെ മതരാഷ്ട്രവാദ ആരോപണം ഉന്നയിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ആളുകൾക്കൊക്കെ ഈ കാര്യം സ്വീകാര്യമാണോ? 23 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിയുമ്പോൾ ഒരു മക്കയും മദീനയും അടങ്ങുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു എന്നറിയാത്തവരായി ഒരു കുട്ടിയും മനുഷ്യ സമൂഹത്തിൽ തന്നെ ഉണ്ടാവില്ല. മുസ്ലിങ്ങളിൽ മാത്രമല്ല, മനുഷ്യ സമൂഹത്തിൽ തന്നെ ഉണ്ടാവില്ല. മൈക്കൽ എച്ച് ഹാർട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ 100 ആളുകളെ സംബന്ധിച്ചുള്ള പഠനത്തിൽ 1-ാം സ്ഥാനം മുഹമ്മദ് നബിക്ക് നൽകിയിട്ട് അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം മതത്തെയും രാഷ്ട്രീയത്തെയും ആത്മീയതയെയും ഭൗതികതയെയും ഇത്ര സുമോഹനമായി സമ്മേളിപ്പിക്കാൻ തിയറിയിൽ മാത്രമല്ല പ്രാക്ടീസിലും ഇത്രയും സുമോഹനമായി സമ്മേളിപ്പിക്കാൻ ലോകത്ത് വേറെ ഒരു നേതാവിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം ഒരു സമഗ്ര ജീവിത പദ്ധതിയാകുമ്പോൾ ഇസ്ലാമിന് രാഷ്ട്രീയവും കൂടി ഉണ്ടാവും. അവർ ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ശക്തിയാണ്, ദൗർബല്യമല്ല. അതുകൊണ്ട് മുഹമ്മദ് നബി പ്രാക്ടീസ് ചെയ്ത് കാണിച്ച 23 വർഷത്തെ അവിടുത്തെ ജീവിതത്തിൽ ഈ പറയുന്ന എല്ലാ വശങ്ങളുമുണ്ട്. പക്ഷേ എന്ന് വെച്ച് മുഹമ്മദ് നബിയെ ഇവരാരും മതരാഷ്ട്രവാദി എന്ന് പറയുമോ? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മേലിൽ മതരാഷ്ട്രവാദം ആരോപിക്കുന്നവർ മുഹമ്മദ് നബി മതരാഷ്ട്രവാദിയാണ് എന്ന അഭിപ്രായമുള്ളവരാണോ? ആണെങ്കിൽ അവരത് വ്യക്തമാക്കി പറയണം. അപ്പോൾ നമുക്ക് അവരുടെ അസുഖം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ച് എവിടെ നിലകൊള്ളണം എന്ന് കൃത്യപ്പെടുത്താനും കഴിയും. ഇനി അതല്ല, മുഹമ്മദ് നബി മതരാഷ്ട്രവാദിയല്ല, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദ പ്രസ്ഥാനം തന്നെയാണ്, ഇത് രണ്ടും വേർതിരിച്ചാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ലാത്ത എന്ത് വാദഗതിയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനില്ലാത്ത എന്ത് വാദഗതിയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അധികമായിട്ടുള്ളത് എന്ന് പറയാൻ ഈ വിമർശകർക്ക് ബാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി ഒരു സമഗ്ര ആദർശ പ്രസ്ഥാനമാണ്. ആ ആദർശത്തിൻ്റെ പേരാണ് ഇസ്ലാം. അതിൽ ദൈവികമായി തന്നെ പഠിപ്പിക്കപ്പെട്ടതും നിർണ്ണയിക്കപ്പെട്ടതുമായ ഈ ജീവിത പദ്ധതിയിൽ എത്ര അളവിൽ രാഷ്ട്രീയമുണ്ടോ അത്ര അളവിൽ ജമാഅത്തെ ഇസ്ലാമിയിലും രാഷ്ട്രീയമുണ്ട്.